ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ നമ്മൾ അരിഷ്ടരും മനസ്സു തകർന്നവരുമാകുന്നു. എന്നാൽ അത്തരം അവസ്ഥകളിലാണ് ദൈവം നമ്മെ ഏറ്റവും അടുത്തായി നോക്കിക്കാണുന്നത്. ഇന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവവചനം, അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന തിരുവചനം അങ്ങനെയുള്ള ഒരു തിരുവചനമാണ്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാം വാക്യം. അതിപ്രകാരം പറയുന്നു: അരിഷ്ടനും മനസ്സു തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അരിഷ്ടനും മനസ്സു തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ആമേൻ. ഇതൊരു ശിക്ഷാവചനമല്ല, മറിച്ച് ഇതൊരു ആശ്വാസത്തിൻ്റെ തിരുവചനമാണ്. അരിഷ്ടൻ ആരാണ്? അരിഷ്ടൻ ലോകം ഉപേക്ഷിച്ചവൻ. എന്നാൽ ദൈവം അവനെ സ്വീകരിക്കുന്നു. ലോകത്തിന്റെ കണ്ണിൽ അരിഷ്ടൻ എന്നാൽ ഭാഗ്യമില്ലാത്തവൻ, തോറ്റവൻ, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ അരിഷ്ടൻ എന്നാൽ ദൈവത്തെ ആശ്രയിക്കാൻ പഠിച്ചവനാണ്. ദൈവത്തെ ആശ്രയിക്കാൻ പഠിച്ചവനാണ് പ്രിയമുള്ളവരെ. അതാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അതാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. നീ ഇന്ന് പരാജിതനായി തോന്നുകയാണ്. ദൈവം നിന്നെ എഴുതുന്നത് പരാജിതനെന്നല്ല, പ്രതീക്ഷകനെന്നാണ്. നീ ഇന്ന് പരാജിതനായി തോന്നുകയാണെങ്കിൽ ദൈവം നിന്നെ എഴുതുന്നത് പരാജിതനെന്നല്ല, പ്രതീക്ഷകൻ എന്ന്. മനസ്സു തകർന്ന ഹൃദയം എന്നത് ദൈവം നിരസിക്കാത്ത ഒരു ബലിപീഠമാണ്. ദൈവം അന്വേഷിക്കുന്നത് പുറത്തുള്ള ഭംഗിയല്ല, നിന്റെ ഉള്ളിലെ അവസ്ഥകളാണ് ദൈവം അന്വേഷിക്കുന്നത്. നിന്റെ ഹൃദയത്തിന്റെ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയം ദൈവമേ നീ നിരസിക്കുന്നില്ല. അതാണ് സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത് 51-ാം അധ്യായം 17-ാം വാക്യത്തിൽ. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയം ദൈവമേ നീ നിരസിക്കുകയും. മനസ്സു തകർന്ന ഹൃദയം അത് ദൈവത്തിന് തുറന്ന ഹൃദയമാണ്. മനസ്സു തകർന്ന ഹൃദയം എന്നത് അത് ദൈവത്തിന് തുറന്ന ഹൃദയമാണ്. കൃപ നിറയ്ക്കുവാൻ ഒരുക്കിയ സ്ഥലമാണ്. കൃപ നിറയ്ക്കുവാൻ വേണ്ടി ഒരുക്കിയ ഹൃദയമാണ്. ദൈവം ഒരിക്കലും തകർന്ന ഹൃദയത്തെ ഉപേക്ഷിക്കുകയില്ല. വചനത്തിൽ വിറയ്ക്കുന്നവൻ അവൻ അനുസരണത്തിന്റെ ആത്മാവാണ്. വചനത്തിൽ വിറയ്ക്കുന്നവൻ അവൻ അനുസരണത്തിന്റെ ആത്മാവാണ്. ഇത് പേടിയുടെ വിറയലല്ല, ഭയന്നുള്ള വിറയലല്ല, വിശുദ്ധമായ ഭക്തിയുടെ വിറയലാണ്. വചനത്തിങ്കിൽ വിറയ്ക്കുന്നവൻ, ദൈവവചനം കേട്ട് മാറുന്നവൻ. തമ്പുരാനെ, എൻ്റെ ഇഷ്ടമല്ല, ദൈവമേ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്നു പറയുന്നവൻ. നീ വചനം കേൾക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നത്. നീ വചനത്തോട് പ്രതികരിക്കുമ്പോൾ ദൈവം നിന്നോടും പ്രതികരിക്കും. അതാണ് ദൈവത്തിന്റെ കടാക്ഷം. അത് ജീവിതത്തിനോടുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ്. ദൈവത്തിന്റെ കടാക്ഷം
അത് നമ്മുടെ ജീവിതത്തിനോടുള്ള ഒരു തിരിഞ്ഞ നോട്ടമാണ്. ദൈവം പറയുന്ന വാഗ്ദാനങ്ങൾ ശ്രദ്ധിക്കൂ. ഞാൻ കടാക്ഷിക്കും. ദൈവത്തിന്റെ കടാക്ഷം എന്ന് പറയുന്നത് അരിഷ്ടനെ അനുഗ്രഹപൂർണനാക്കും, നിന്റെ കണ്ണുനീരിനെ സൗഖ്യമാക്കും, നിന്റെ നിശബ്ദതയെ തമ്പുരാൻ നിന്റെ നിശബ്ദതയിൽ ഉത്തരമായി വരും. എന്റെ കൃപ നിനക്കു മതി എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു. എന്റെ കൃപ നിനക്കു മതി. ഒരു നിമിഷം ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ ജീവിതം മുഴുവനുമായും മാറ്റും. ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ ഒരു നിമിഷം പതിഞ്ഞാൽ നിന്റെ ജീവിതം മുഴുവനുമായി മാറ്റി എഴുതപ്പെടും. തകർച്ച എന്നത് ദൈവത്തിന്റെ അവസാന വാക്കല്ല. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിന്റെ അന്തിമ തിരിച്ചറിവല്ല. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് നിന്റെ അന്തിമ തിരിച്ചറിയലല്ല. അതിൻ്റെ ഉത്തമമായ ഉദാഹരണങ്ങളാണ് യോസഫ് കുഴിയിൽ നിന്നും സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇയ്യോബ് നഷ്ടങ്ങളിൽ നിന്നും ഇരട്ട അനുഗ്രഹത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ദൈവം അത് നിന്നെ നശിപ്പിക്കുവാനുള്ളതല്ല, അത് നിന്നെ പുതുക്കുവാൻ വേണ്ടിയാണ്. വിശ്വസിക്കൂ ദൈവ പൈതലേ, വിശ്വസിക്കുക. ദൈവം നിന്നെ നശിപ്പിക്കുവാൻ വേണ്ടി വന്നതല്ല, അവൻ നിന്നെ പുതുക്കുവാൻ വേണ്ടിയാണ് വന്നത്. പ്രിയ ദൈവമക്കളെ, നീ അരിഷ്ടനായി തോന്നുന്നുണ്ടോ? നീ മനസ്സു തകർന്നിരിക്കുന്നുണ്ടോ? നീ ദൈവത്തിന്റെ ശ്രദ്ധയിലാണ്, നീ ദൈവത്തിന്റെ കടാക്ഷത്തിലാണ്. ഇന്ന് ദൈവം നിന്നോട് പറയുന്നു, നീ തകർന്നാലും ഞാൻ നിന്നെ വിടുകയില്ല. നമുക്കിന്നിങ്ങനെ പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, അരിഷ്ടരായും തകർന്ന മനസ്സുള്ളവരായും നിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഞങ്ങൾ, ഏഴകളും പാപികളുമാകുന്ന അടിയങ്ങൾ, നിന്റെ കൃപാകടാക്ഷത്താൽ തമ്പുരാനെ ഒന്ന് പുതുക്കണം. ഞങ്ങളുടെ അനുതാപം, ഞങ്ങളുടെ കണ്ണുനീർ തമ്പുരാനെ അവിടുന്ന് സന്തോഷമായി മാറ്റി തീർക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്തോത്രം. ഹല്ലേലൂയ.